നമസ്കാരം. ലോക രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു വാർത്ത വീണ്ടും വന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പുറത്തുവരുന്ന ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് US ആർമിയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നു എന്നതാണ്. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ സംഭവം ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ജൂൺ 8-നാണ് ഈ സംഭവം നടന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം നിരീക്ഷണ പറക്കൽ നടത്തിയിരുന്ന US സൈന്യത്തിന്റെ അപ്പാച്ചെ ഗൺഷിപ്പ് ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. വിവരം പുറത്തുവന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടന്നു. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 2 പൈലറ്റുമാരും സുരക്ഷിതരാണെന്നും അവരെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തിയെന്നുമാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഹെലികോപ്റ്റർ എന്ത് കാരണം കൊണ്ടാണ് തകർന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ന്യൂയോർക്ക് ടൈംസ് ആണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത്. പിന്നീട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സംഭവം സ്ഥിരീകരിച്ചു. പൈലറ്റുമാർ സുരക്ഷിതരാണെന്നും അവർക്ക് പരിക്കുകളൊന്നുമില്ലെന്നുമാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പൈലറ്റുമാർ സുരക്ഷിതരാണ്, ആർക്കും പരിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ റിപ്പോർട്ട് പുറത്തു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇറാന്റെ ആക്രമണമാണോ അതോ സാങ്കേതിക തകരാറാണോ അപകടത്തിന് കാരണം? ഇക്കാര്യത്തിൽ US ഭരണകൂടം ഔദ്യോഗികമായി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതീവ വഷളായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ശത്രുക്കളുടെ ആക്രമണമാണോ നടന്നത് എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഹോർമുസ് കടലിടുക്കിൽ US സൈന്യം കടുത്ത നിരീക്ഷണമാണ് നടത്തുന്നത്. അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് പുറമെ MQ-9 റീപ്പർ ഡ്രോണുകളും F-18 F-35 യുദ്ധവിമാനങ്ങളും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണം തടയാനും ഡ്രോണുകളെ വെടിവെച്ചിടാനുമാണ് പ്രധാനമായും ഇവയെ ഉപയോഗിക്കുന്നത്. ഇറാന്റെ ഭാഗത്തുനിന്നും വെല്ലുവിളികൾ തുടരുന്നതിനാൽ അപ്പാച്ചയുടെ തകർച്ച ഒരു വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുവരെ സംഘർഷങ്ങൾക്കിടയിൽ ഇറാൻ ഏകദേശം 30ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടുണ്ട്. ഏപ്രിലിൽ ഒരു F-15E ഫൈറ്റർ ജെറ്റും ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. എന്നാൽ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇത്തരത്തിൽ തകരുന്നത് ആദ്യമായാണ്. ഈ സംഭവത്തിന് പിന്നിലെ ദുരൂഹത നീക്കാൻ അമേരിക്ക നടത്തുന്ന അന്വേഷണം എന്താകും എന്നതിനായി ലോകം കാത്തിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.